ഡിയറോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ചെറുനീർ പ്രദേശത്താണ്. ഇവിടെ നിങ്ങൾ ഈ കാണുന്നത് ഒരു കയർ സൊസൈറ്റി ആയിരുന്നു. ഇപ്പോൾ നിരവധി വർഷങ്ങളായി ഇതിങ്ങനെ വെറുതെ കിടക്കുകയാണ്. നിങ്ങൾക്കറിയാം, പുറം രാജ്യങ്ങളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ സ്ഥലത്തിനും ബിൽഡിങ്ങിനും വേണ്ടി നെട്ടോട്ട് ഓടുകയാണ്. ഒരു ചെറിയൊരു ബിൽഡിംഗെങ്കിലും ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിനെ പരമാവധി എങ്ങനെ പൊതുജനങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ചിന്തിക്കുന്ന ലോക രാജ്യങ്ങളുള്ള. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ആവശ്യം പോലെ സ്ഥലവും അതുപോലെ തന്നെ ഇതുപോലെ ബിൽഡിങ്ങുകളെല്ലാം അനാഥമായി കിടക്കുകയാണ്. കാട് കയറി ഇവിടെ ഇഴജന്തുക്കളുടെ ശല്യം, ഇവിടെ പ്രദേശവാസികളാകെ ബുദ്ധിമുട്ടിലാണ്. ഇതിനകത്ത് നിരവധി വീടുകളും അതുപോലെ തന്നെ താമസക്കാരുമാണുള്ളത്. അവർക്കെല്ലാം തന്നെ ഇതൊരു വേസ്റ്റ് ഓഫ് സ്പേസ് ആണ്. ഇവർക്ക് എന്തെങ്കിലും ഇതിനെ സമൂഹത്തിന് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ സർക്കാരിന് മാറ്റുവാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. കാണാൻ സാധിക്കും. ഈ ബിൽഡിങ്ങിനകത്ത് എന്താണെന്ന് വെച്ചാൽ മിക്കവാറും ഫുള്ള ഇടജന്തുക്കളായിരിക്കും. മരങ്ങളൊക്കെ വളർന്ന് ആകെ പൊട്ടി ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണ്. എന്തായാലും ഇതിനെക്കുറിച്ച് പ്രദേശവാസികൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കാം. അവരെല്ലാം ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ഇവർ ഇത്രയും പേര് ഈ ഒരു ബിൽഡിങ്ങും ഈ ഒരു കാട് മൂലമൊക്കെ വളരെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. അവരുടെ അടുത്ത് തന്നെ ചോദിക്കാം, എന്താണ് ചന്ദൻ ഈ ബിൽഡിങ്ങിനോട് പറയാനുള്ളത്, ഈ ഒരു അവസ്ഥയെക്കുറിച്ച്? ബിൽഡിങ്ങിനെ ഇത് എത്രയും പെട്ടെന്ന് ജീർണാവസ്ഥയിലാണ്. താന്നിമൂട് കയർ സൊസൈറ്റി എന്ന് പറഞ്ഞ് പണ്ടുണ്ടായിരുന്നതാണ്. ഇതവർ സ്വന്തം നിലയിൽ വാങ്ങിക്കുകയും ഇങ്ങനെ ഈ രീതിയിൽ കിടക്കുകയും ചെയ്യുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് അവർ ഇടപെടുകയും ഇതിനെക്കുറിച്ചൊരു തീരുമാനം ഉണ്ടാക്കുകയും വേണം. കാരണം ഇവിടെ പ്രദേശവാസികൾക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടും ഇഴജന്തുക്കളുടെയും നായ്ക്കളുടെയൊക്കെ ഒരുപാട് ശല്യം എന്നും ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ ഇതിനോടനുബന്ധിച്ചുള്ള ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ഇത് ശ്രദ്ധിക്കപ്പെടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും വല്ല വേതനം ലഭിക്കുകയോ അങ്ങനെ ഇത് നോക്കുന്ന ആൾക്കാരുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ വളരെ ഗഹനമായിട്ട് അറിയില്ല. പക്ഷെ ഇത് കയർ സൊസൈറ്റി ആയിരുന്നു. അപ്പൊ ഇതിനനുസരിച്ച് ഇതിന് മെമ്പർമാരുണ്ടോ, ഇതിന്റെ ആനുകൂല്യങ്ങൾ പെടുന്നുണ്ടോ, ഈ വസ്തു ഈ ലാൻഡ് വെച്ചിട്ട് ലോൺ എടുത്തിട്ടുണ്ടോ ഒന്നും അറിയില്ല. ഇതൊക്കെ നമുക്ക് അനന്യമാണ്. അത് നമുക്കറിയാം. ആർക്കും അറിയാൻ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇത് അന്വേഷിച്ച് ഇതിന് എന്താണെന്ന് ഇതിന്റെ യഥാർത്ഥ വസ്തുത പുറത്തുകൊണ്ട് വേണമെന്നാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും സതീശൻ എന്താണ് പറയാനുള്ളത്? ഈ ഒരു തീർച്ചയായിട്ടും വളരെ ബുദ്ധിമുട്ട്. നമുക്ക് ഇവിടെ 2-3 കുടുംബങ്ങൾ ഇതിനോടനുബന്ധിച്ച് ഇതിലെ കൂടെ നടന്നു പോകുന്നുണ്ട്. വഴിയുടെ പ്രശ്നവും ഇതിനകത്തുണ്ട്. അത് ഇവിടെ പുറകെ പ്രകാശമൊന്നുമില്ല, ലൈറ്റ് ഒന്നുമില്ല. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഇതിനകത്ത് നേരിടുന്നു. വാഹനം പോകുന്നതിനും ബുദ്ധിമുട്ടാണ്. ഒരു വാഹനം പോയാൽ 2 വശത്തും കൂടെ ആൾക്കാർ നടന്നു വരികയാണെങ്കിൽ അവർക്ക് കടന്നു പോകാൻ വലിയ കാട് വളർന്ന് റോഡിലോട്ട് കൂടെ ചെറുതായിട്ട് വളർന്ന് കിടക്കുന്നുണ്ട്. പിന്നെ സിന്ധു ചേച്ചി ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാളാണ്. ഇതുവഴിയാണ് കൊച്ചുമോളൊക്കെ പോകുന്നത്. എന്താണ് ഇതുകൊണ്ട് നമുക്ക് എന്താണ് ബുദ്ധിമുട്ട്? നമുക്ക് ഇതുവഴി വഴി നടക്കാൻ വയ്യ. കാടിൽ ഭയങ്കര പട്ടിശല്യവും ഇഴജന്തുക്കളും അതുകൊണ്ട് ഇവിടെ എന്തായാലും ഇതിനൊരു പരാതിപ്പെട്ടിട്ടുണ്ടോ പഞ്ചായത്തിൽ? പഞ്ചായത്തിൽ പരാതിപ്പെട്ടിട്ടോ എന്റെ ഭർത്താവ് ജീവിച്ചിരുന്ന സമയത്ത് പരാതിപ്പെട്ടതാണ്. പക്ഷെ അത് അവരെ അംഗീകരിച്ചില്ല. പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവര് പറഞ്ഞ നമ്മളെ വകുപ്പിലല്ല, ഇത് കോർപ്പറേഷന്റെ വകയാണ്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് ലോണിൽ കിടക്കുകയാണെന്നുള്ളതാണ് പഞ്ചായത്തിന് ഇൻഫർമേഷൻ തന്നിരിക്കുന്നത്. ഇത് ലോൺ കിടക്കുകയാണ്. അപ്പൊ സുഗുണന്റെ വീട് ഇതിനോട് തൊട്ട് ചേർന്നാണല്ലേ, വളരെ ചേർന്നത്. ഒരു ജസ്റ്റ് വോളന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ വല്ല ഇഴജന്തുക്കളോ ഡെയിലി ഉണ്ട്. കുട്ടികൾക്ക് ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തുള്ള സ്ഥിതിയാണ്. ഇതിനു വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഇതുവരെയും അതിനെപ്പറ്റി യാതൊരു അനക്കവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ടപ്പുറത്തും വീട്, ഇതിന്റെ തൊട്ട് പിറകിലും വീട്, ആ സൈഡിലും കുട്ടികൾ, ഈ സൈഡിലും വീട്, കുട്ടികൾ, അതിന്റെ ഫ്രണ്ടിലും കുട്ടികൾ. ഇതിന്റെ മധ്യത്തിൽ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഈ ഒരു അനാഥമായിട്ടുള്ള ബിൽഡിങ്ങും ഇഴജന്തുക്കളും പട്ടികളും മനുഷ്യർക്ക് ഒരു പ്രയോജനമില്ല. ഈ പ്രദേശവാസികൾക്ക് ഇതുകൊണ്ട് യാതൊരു പ്രയോജനം, ദോഷമല്ലാതെ പ്രയോജനമില്ല. പക്ഷെ ഇത് ഇങ്ങനെ അനാഥമായി കിടക്കുകയാണ്. ആരും ഇതിലോട്ട് ഫോക്കസ് ചെയ്യുന്നതുമില്ല. നമുക്ക് എന്താണ് പറയാനുള്ളത് ഇതിനോട്? ഇവർക്ക് പറഞ്ഞു തന്നെയാണുള്ളത്. നമുക്ക് ആർക്കും തന്നെ ഒരു പ്രയോജനമില്ല. എന്തെങ്കിലും ഒരു പരിഹാര മാർഗം ഉണ്ടാക്കുന്നതാണ് പറയാനുള്ളത്. മണ്ണിന് വളരെ പരിമിതിയുള്ള ഒരു കാലമാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ആവശ്യക്കാർ മേടിക്കുക, അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ആർക്കെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവട്ടെ. പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അവർക്ക് വീട് വയ്ക്കാൻ സർക്കാർ അനുവദിച്ചു കൊടുക്കുകയാണെങ്കിൽ 1-2 കുടുംബങ്ങൾക്ക് താമസിക്കാനെങ്കിൽ വളരെ ഈ ലാൻഡ് ഇല്ലാത്ത ഈ അവസ്ഥയിൽ ഇങ്ങനെ ഒരുപാട് ഭൂമി. അപ്പൊ ഇവിടെ 2 സൊസൈറ്റികളാണ് ഇങ്ങനെ കിടക്കുന്നത്. ഒന്ന് ഇവിടെ, ഒന്ന് പുത്തൻകടലുണ്ട്. പുത്തൻകടവിലുണ്ട്. ഇത് എത്ര വർഷം ഇങ്ങനെ ആയിട്ടുള്ളത്? കയർ സൊസൈറ്റിയാണ്. എത്ര വർഷം ഇങ്ങനെ കിടക്കണം? എനിക്ക് തോന്നുന്നു 20 ഒരു 40 വർഷത്തെ 37 വർഷമാണ് ഞാനിവിടെ ഇല്ല. എങ്ങനെ പോയി കഴിഞ്ഞാൽ 45 വർഷമായി. എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 10-30 വർഷത്തിന് മുകളിലോട്ട് ഇത് യാതൊരു ബെനിഫിറ്റ് ഇല്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. എന്താണ് പറയാനുള്ളത്?
ഇത് ഏകദേശം ഒരു 10 സെന്റോളം വരുമെന്ന് തോന്നുന്നു. അതിലൊരു വീടും ഉണ്ട്. 10 സെന്റാണ്. അതില് നല്ല ഒരു വീട് ഉണ്ട്. അത് സൊസൈറ്റി ആയിരുന്നെന്ന് പറയുന്നത് അതൊരു പ്രവർത്തനം ഇല്ലാതായിട്ട് തന്നെ 10-25 കൊല്ലത്തിൽ കൂടുതലായി. അപ്പൊ അത് എന്തെങ്കിലും ഒരു ഉപയോഗമാർഗം, ഒരു ആശുപത്രിക്കോ ഹോമിയോ ഡിസ്പെൻസറിയോ അല്ലെങ്കിൽ ആയുർവേദമോ അല്ലെങ്കിൽ ഒരു അംഗൻവാടിയോ ഒരു നഴ്സറിയോ അല്ലെങ്കിൽ ഒരു ബഡ് സ്കൂളോ എന്തെങ്കിലും ഒന്ന് തുടങ്ങാനുള്ള ഒരു സാഹചര്യം ആരുമില്ലാത്ത അനാഥരെ കൊണ്ട് താമസിപ്പിക്കാനും നല്ല ഒരു ഇതാണ്. നല്ലൊരു കെട്ടിടം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു അനാഥ വൃദ്ധസ്ഥാനവും നടക്കുന്നതാണ്. ചെറുനീർ പഞ്ചായത്തിന് ഭൂമിയില്ലാതെ ശ്വാസം മുട്ടുന്ന അവസ്ഥയിൽ ഇതുപോലെ ഒരുപാട് ഭൂമികൾ നമുക്ക് ഉപയോഗപ്രദമാക്കി മാറ്റാൻ സാധിക്കും. അനാഥയിലപ്പെട്ട് കിടക്കുകയാണ്. അത് ഇവരെന്തുകൊണ്ട് പിന്നെ ഇത് അവരുടെ അതീതനെ കൊണ്ടുപോയി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ട് ഈ ഭൂമികൾ, ഈ ചെറുനീർ പഞ്ചായത്തിലുള്ള ഈ ഭൂമികൾ എന്തുകൊണ്ട് അവര് ഇത് എടുക്കുന്നില്ല? ഇത് ഉപയോഗപ്പെടുത്തിക്കൂടാ? ഒരിക്കലും ശരിയല്ല. അല്ല, ഇതിപ്പോ ഇതിന് ഈ ഭൂമികൾക്ക് പ്രത്യേക പരിമിതികളെ കൊണ്ട് പഞ്ചായത്തോട് ബന്ധപ്പെട്ടപ്പോൾ അവരുടെ പരിമിതികളെ കുറിച്ചും ഇതിന്റെ ഓണർഷിപ്പ് ആർക്കാണെന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്നും പഞ്ചായത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് പ്രദേശവാസികളുടെ ശക്തമായ പ്രതികരണമാണ് വന്നിരിക്കുന്നത്. ടീം SOC ഇതിൽ തീർച്ചയായിട്ടും ഇത് ആരൊക്കെയാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തികൾ അവരെയൊക്കെ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണാൻ ശ്രമിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇത് ഓൾസോ പഞ്ചായത്തിന്റെ അകത്ത് തന്നെ ഉള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് പഞ്ചായത്ത് മെമ്പർ, പിന്നെ ഇവിടുത്തെ വാർഡ് മെമ്പറെയും പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി ഒക്കെ തന്നെ അറിയിക്കുന്നതാണ്. എന്താണ് 9ാം വാർഡ് ബാത്റൂമും കിണറും എല്ലാം ഉണ്ട്. പക്ഷെ ഇത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഒരു പ്രദേശത്തിന് തന്നെ ആകെ ഡള്ളാക്കുന്ന, അല്ലെ, ഇത്രയും ഒരു പ്രദേശത്തിന് ആകെ ഡള്ളാക്കുന്ന ഒരു ലൊക്കേഷനായി പോയത്. ഈ ബിൽഡിംഗ് ഇങ്ങനെ ഉപയോഗമില്ലാതെ കിടക്കുന്നത് ഉപയോഗപ്രദമാക്കി മാറ്റുവാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേണ്ടി ഉപയോഗിക്കുവാനോ അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് ടീം SOC അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും ഇവിടെ വന്നതിൽ പങ്കെടുത്ത് ഇതിനെല്ലാം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയതിനും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.